അദ്ദേഹത്തിന്റെ എല്ലാ കവിതകളും പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തട്ടെ. 1ാം ക്ലാസ് മുതൽക്ക് MA വരെയുള്ള എല്ലാ ക്ലാസ്സിലും കുട്ടികൾ വേടന്റെ ഗാനവും വേടന്റെ സംഗീതവും ആസ്വദിച്ച് പുതിയ ഒരു തലമുറ ഉയർന്നു വരട്ടെ. വേടന്റെ അത്യുത്കൃഷ്ടമായ കാവ്യങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പാഠപുസ്തകത്തിൽ ചേർക്കാൻ താല്പര്യപ്പെടുന്നു. അതിനെതിരെ പരാതി വരുന്നു. സുപ്രസിദ്ധ ഭാഷാ പണ്ഡിതനും സാഹിത്യ നിരൂപകനുമായ ഡോക്ടർ MM ബഷീർ ഇത് പരിശോധിച്ച് ഇയാളുടെ കവിത സ്കൂളിൽ പഠിപ്പിക്കാനും കൊള്ളില്ല, കോളേജിൽ പഠിപ്പിക്കാനും കൊള്ളില്ല, പഠിപ്പിക്കാനേ കൊള്ളില്ല എന്ന് പറഞ്ഞ് പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കും. ഇതൊന്നും കുട്ടികൾക്ക് പഠിക്കേണ്ട കാര്യമല്ല. ഇതിന് അമേരിക്കയിലെ നീഗ്രോകളുടെ ഈ ലിബറേഷൻ മ്യൂസിക്കുമായിട്ട് താരതമ്യം ചെയ്യേണ്ട കാര്യവുമില്ല. ഇതൊന്നും ഇതിൽപ്പെട്ട കാര്യമല്ല. അപ്പൊ മാത്രമല്ല BA ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടികൾക്ക് താരതമ്യ പഠനം നടത്താനുള്ള പ്രാപ്തിയും ഉണ്ടാകില്ല. മലയാള ഭാഷ തെറ്റുകൂടാതെ എഴുതാൻ അറിയാവുന്ന കുട്ടികൾ കുറവാണ്. പിന്നീട് താരതമ്യ പഠനം നല്ല രസമായില്ല എന്ന് പറഞ്ഞ് ബഷീർ സാർ റിപ്പോർട്ട് കൊടുത്തു. അവിടെ ബഷീർ ഇവരുടെ വലിയൊരു വിരോധിയായിട്ട് മാറി. അവരൊക്കെ ബഷീറിനെ എതിർക്കാൻ. മൗദൂദി ചാനലടക്കം MM ബഷീറിന് മലയാളം അറിയില്ല, പുള്ളിക്ക് സംസ്കാരമില്ല, അദ്ദേഹത്തിന് സാഹിത്യത്തെ പറ്റി യാതൊരു ഗ്രാഹ്യമില്ല, അദ്ദേഹം ഒരു മലയാള അധ്യാപകനല്ല എന്നുള്ള രീതിയിലുള്ള ചില വ്യാഖ്യാനങ്ങൾ പടച്ചു വിട്ടു. പുള്ളി ഇതൊന്നും ഗവനിക്കുന്ന ആളല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. വേടനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അറസ്റ്റ് ചെയ്യാതിരിക്കാൻ സാധ്യതയുണ്ട്. വേടനെ പോലെ ഒരാൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാരൻ, ഒരു സാംസ്കാരിക പ്രവർത്തകൻ, ഭാവി തലമുറയുടെ ഒരു മാർഗദീപം, ഒരു ധ്രുവ നക്ഷത്രമായിട്ടുള്ള ഒരാളെ പോലീസ് അങ്ങനെ ഓടിച്ചിട്ട് അറസ്റ്റ് ചെയ്യുന്ന എനിക്ക് തോന്നല്ല. പ്രത്യേകിച്ച് CPM-ന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാരും മന്ത്രി രാജീവിനെ പോലുള്ള ചിന്തകന്മാരൊക്കെ ഉള്ളതുകൊണ്ട് തൃക്കാക്കര പോലീസ് അങ്ങനെ ഓടിച്ചിട്ട് പിടിക്കാനുള്ള സാധ്യത വളരെ വളരെ വിദൂരമാണ്. മാത്രമല്ല വേടൻ ഇതിനെതിരെ മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കും എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. മുൻകൂർ ജാമ്യ ഹർജി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൈക്കോടതി അതിനോട് പൊതുവെ അനുഭാവപൂർണ്ണമായിട്ടാണ് പെരുമാറുന്നത്. നേരത്തെ സിദ്ദിഖിന് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചെങ്കിലും സുപ്രീം കോടതി അനുവദിച്ചു. വരുന്ന സംസ്ഥാന ബഡ്ജറ്റിൽ സഖാവ് ബാലഗോപാൽ കഞ്ചാവിന്റെ നികുതി പൂർണ്ണമായിട്ട് എടുത്തു കളയാൻ, അല്ലെങ്കിൽ അമേരിക്കയിലെ ചില സംസ്ഥാനങ്ങളിൽ ചെയ്തിട്ടുള്ള പോലെ, യൂറോപ്പിലെ ചില രാജ്യങ്ങൾ ചെയ്തിട്ടുള്ള പോലെ കഞ്ചാവ് നിയമവിധേയമാക്കട്ടെ. ഏതായാലും നമ്മുടെ മന്ത്രി രാജേഷ് കഞ്ചാവ് ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ലീഗലൈസ് ചെയ്തു. ഇനി ഇത് മാത്രമേ ബാക്കിയുള്ളൂ. നാട്ടിലെമ്പാടും ലിക്കർ ഷാപ്പുകളായി, ബാറുകളായി. അപ്പോൾ അത്രയും ഒരു ലിബറലൈസേഷൻ ഇവിടെ നടപ്പായി കഴിഞ്ഞ സ്ഥിതിക്ക് വേടനെ പോലെയുള്ള ഒരു കലാകാരനെ ഉദ്ദേശിച്ചിട്ടെങ്കിൽ ഈ കഞ്ചാവ് നിയമവിധേയമാക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ NDPS എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ കിടക്കുന്ന കാര്യമാണ്. സംസ്ഥാനത്തിന് നിയമം ഉണ്ടാക്കാം, കേന്ദ്രത്തിന് നിയമം ഉണ്ടാക്കാം. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് നല്ലൊരു നിയമം ഉണ്ടാക്കി വേടനെ പോലെയുള്ള മറ്റ് ആസ്ഥാന ഗായകരെയൊക്കെ കരകയറ്റിട്ട്, ഇതുകൊണ്ടൊന്നും വേടനെ കൊടുക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം വേടനെ വെച്ച കെണിയിൽ ഈ പരാതിക്കാരി കൊടുക്കാനാണ് സാധ്യത. നാട്ടിലുണ്ടായിട്ടുള്ള ഇതുവരെ ഉള്ള സംഭവങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ വേടൻജിക്ക് തീർച്ചയായിട്ടും ഹൈക്കോടതി ജാമ്യം അനുവദിക്കും. ഇനി ഹൈക്കോടതി കൊടുത്തില്ലെങ്കിൽ സുപ്രീം കോടതി കൊടുക്കും. ആരും കൊടുത്തില്ലെങ്കിൽ മന്ത്രി ശിവൻകുട്ടി ബിന്ദു കൂടി കൊടുക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഒന്നടങ്കം സഖാവിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കും. ഒരുപക്ഷെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഇടതുമുന്നണിയോ വലതുമുന്നണി സീറ്റ്